അതെ, ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളത് മുഴുവനായി കേൾക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഹാപ്പിനെസ് വേണമല്ലേ? സന്തോഷം വേണം. സന്തോഷം വേണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഓരോ ദിവസവും പുറത്തേക്ക് നീങ്ങുക. പുറത്തേക്ക് നീങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പോകുക. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ട് നമ്മൾ ആസ്വദിക്കുക. പുതിയ പുതിയ ആളുകളോട് നമ്മൾ സംസാരിക്കുക, ഇടപഴകുക. പുതിയ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുക, മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ പുതുതായി നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. പലപ്പോഴൊക്കെ നമ്മൾ പഴയ കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളിൽ നിന്ന് പുതിയ കാര്യത്തിലേക്ക് നമ്മൾ എടുത്തു ചാടാതിരിക്കുമ്പോൾ, എടുത്തു നീങ്ങാതിരിക്കുമ്പോൾ, ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലാകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അടുത്തെന്താണ്? നടക്കുക, വ്യായാമം ചെയ്യുക, നൃത്തം ചെയ്യുക. നമ്മൾ നടത്തം ഒരു ശീലമാക്കുക, വ്യായാമം ഒരു ശീലമാക്കുക, നൃത്തം ചെയ്യുക, അല്ലെ, ഡാൻസ് ഒക്കെ ചെയ്യുക. ഇതൊക്കെ ഒരു ശീലമാക്കി എടുക്കുക. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ച് ചിലവഴിക്കുക. പലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ജോലിക്ക് പോയി 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 250 രൂപ മിച്ചം പിടിക്കുക എന്നുള്ളതാണ്. 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 250 രൂപ മിച്ചം പിടിക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 500 രൂപ അതേപടി ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാന്നറിയോ? ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് എന്താ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ച് ചിലവഴിക്കുക. ജീവിതം കളിയായി കാണുക എന്നത് എപ്പോഴും നമ്മൾ എന്താണെന്നറിയോ? ജീവിതം ഒരു ഹാസ്യ അല്ലേ, ഒരു എന്താ പറയുക, എപ്പോഴും നമ്മളൊരു നിസാരമായിട്ട് കാണുക എന്നുള്ളതാണ് അല്ലേ, ഒരു കളിയായിട്ട് കാണുക. ഇത് വലിയ ഗൗരവത്തോടെ കാണേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തെന്താണ്? മറ്റുള്ളവരുമായി നമ്മൾ സഹകരിക്കുക. ആരോടും സഹകരിക്കാതിരിക്കരുത്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്താ പറയുക, ആശയവിനിമയം നടത്തുക, നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുക, ഇടപഴകുക, പോസിറ്റീവ് സംസാരിക്കുക, നെഗറ്റീവ് ആളുകളിൽ നിന്ന് പിൻവാങ്ങുക, നെഗറ്റീവ് ആളുകളോട് സംസാരിക്കാതിരിക്കുക. എപ്പോഴും നല്ല പോസിറ്റീവ് ആശയങ്ങൾ കൈമാറുന്ന ആളുകളോട് കൂടുതൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഒരുപാട് വിജയിച്ച ആളുകളുണ്ട് അല്ലേ? വിജയിച്ച ആൾ ഡോക്ടർ APJ അബ്ദുൽ കലാം പോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ അല്ലേ ജീവിച്ചിരുന്നു അല്ലേ? അങ്ങനെയുള്ള ആളുകളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുക, അങ്ങനെയുള്ള ആളുകളുടെ ജീവിത ചരിത്രങ്ങൾ നോക്കുക. അവരെ നമ്മൾ എന്ത് ചെയ്ത് റോൾ മോഡലായിട്ട് നമ്മളെന്താ ചെയ്യുക? നമ്മൾ എന്താ പറയുക, നമ്മളൊരു റോൾ മോഡൽ, നമുക്കൊരു ഇൻസ്പിറേഷനൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രചോദിതമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, പരിശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ അഭിനന്ദിക്കുക, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നിരുത്സാഹപ്പെടുത്തരുത്. എന്ത് ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ അഭിനന്ദിക്കുക. കാരണം എന്താ അറിയോ? ഒരാളെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് അല്ലേ? ആ അഭിനന്ദനം ആർക്കല്ല ലഭിച്ചത്, ആ ലഭിച്ച ആൾക്കും കിട്ടും, അതിലുപരി കൊടുത്ത ആളുകൾക്കും കിട്ടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും എന്താണെന്നറിയോ? അതായത് വിശ്വസനീയമായിരിക്കുക. എപ്പോഴും നമ്മൾ ആളുകൾക്ക് വിശ്വാസമുള്ള ഒരാളായി മാറുക. സത്യം മാത്രം പറയുക, കള്ളങ്ങൾ പറയാതിരിക്കുക, എപ്പോഴും നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം കൈകാര്യം ചെയ്യുക, നല്ലത് മാത്രം കൈമാറുക. ഇങ്ങനെയുള്ള നമ്മൾ ചിന്തകളൊക്കെ നമ്മൾ പടുത്തുയർത്തി കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായി കാണാം. ഓക്കെ, ബൈ ബൈ.